അപ്പം അതിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പറയത്തില്ല, അതായത് ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമുള്ള അങ്ങനെയല്ല. പലപ്പോഴും ഇന്ന് ഇക്കാലത്തിൽ എനിക്ക് തോന്നുന്നു പലരോടും സംസാരിക്കുമ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം ഇല്ലാത്ത അനുഭവങ്ങളിലൂടെ കുടുംബങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കും മക്കൾക്ക് എന്തിനാണ് അവർ വിവാഹം കഴിക്കുന്നത്, അല്ലാതെ തന്നെ അവർക്ക് ജീവിച്ചുകൂടെ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലേ, പരസ്പരം ഈശോയുടെ അനുഭവത്തോടു കൂടെ മുന്നോട്ട് കുടുംബങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മക്കൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു മനോഹാരിതയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ച് ഞാനൊരു ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നും അങ്ങനെ വളർന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം എനിക്ക് ആദ്യത്തെ എൻ്റെ വിവാഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയത്. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ലവിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. വലുതാകുമ്പോൾ കല്യാണം കഴിക്കണം, അതല്ലാതെ മറ്റ് വിളികളെ കുറിച്ചൊന്നും നമുക്ക് അങ്ങനെ അറിവില്ലായിരുന്നു. നമുക്കങ്ങനെ ഓപ്ഷൻസും ഇല്ലായിരുന്നു. പിന്നീട് ക്രിസ്തീയതയിലേക്ക് വന്നപ്പോഴാണ് വിവാഹമെന്ന കൂദാശയുടെ മഹാത്മ്യം മനസ്സിലായത്. അന്ന് അങ്ങനൊരു മഹത്വം അതിന് ദൈവത്തിൻ്റെ ഒരു വലിയ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നും ആ ഒരു കോളിനുള്ള അതിൻ്റെ ആ ഒരു കോൾ ഇറ്റ്സ് വെരി പ്രഷ്യസ് എന്നുള്ളതും അതിനകത്തേക്കാണ് നമ്മൾ ചേർക്കപ്പെടുന്നുള്ളതെന്നൊക്കെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ നമ്മുടെ പള്ളിയിൽ നമ്മളുടെ വിവാഹം എന്ന കൂദാശയുടെ സമയത്തെടുത്ത ആ ഒരു ഉടമ്പടി, ദുഃഖത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും എല്ലാം ഒപ്പമായിരിക്കുമെന്നുള്ള ഒരു ഉടമ്പടി എപ്പോഴും കീപ്പ് ചെയ്യാനുള്ളൊരു കൃപ തരണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഒരു ദാമ്പത്യത്തിൽ പങ്കുചേരുമ്പോൾ. അപ്പോൾ പിന്നെ അൽഫോൻസേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്നവരാണ്, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഒത്തിരി അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത്, ഒന്ന് നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അപ്പം ഞാൻ ഒരിക്കലും അൽഫോൻസേട്ടനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഒന്നാം സ്ഥാനം ഞാൻ ദൈവത്തിനാണ് കൊടുക്കുന്നത്.